വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കുറച്ച് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതായത് PCODയുടെ വീഡിയോ. ആ വീഡിയോ കണ്ടതിന് ശേഷം കുറേ കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കൂടുതലും ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് മെയിലുകൾ വരുന്നത് സ്ത്രീകളുടെ മുഖത്തുണ്ടാവുന്ന രോമത്തിനെ പറ്റിയിട്ടുള്ള കൺസേൺ ആണ്. അതായത് നമ്മൾ പറയില്ലേ അനാവശ്യ രോമങ്ങൾ. അപ്പോൾ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വല്ലാത്തൊരു നമ്മുടെ അലട്ടുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കടന്നു പോയതായിരിക്കാം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. മാത്രമല്ല, ഇതൊന്നും അനുഭവിക്കാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും കുറച്ച് മനസ്സിലാവണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒന്ന് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള പലതരക്കാരായ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഇപ്പോൾ ഈവൻ ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിക് ഇതായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഒരു സ്ത്രീയുടെ മുഖത്ത് അനാവശ്യ രോമങ്ങൾ, പ്രത്യേകിച്ചും ഈ മീശയും അതുപോലെ തന്നെ ഈ താടിയിലൊക്കെ രോമം വരുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ പറയുക, ഒരു കളിയാക്കാനുള്ള ഒരു സംഭവമായിട്ട് മാറ്റുകയാണ് മറ്റുള്ളവർ. അപ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന വിഷമങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പലവർക്കും എനിക്ക് PCODയുടെ പ്രോബ്ലം ഉള്ള ആളായിരുന്നു. ഇപ്പോഴും കുറച്ചുണ്ട്, ഇല്ലാണ്ടില്ല. അപ്പോൾ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക് മുതൽ തുടങ്ങാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഞാനിപ്പോൾ എനിക്ക് ഏത് സ്റ്റാൻഡേർഡൊന്നും എനിക്ക് ഓർമ്മയില്ല, 6ലോ 7ലോ അങ്ങനെ പഠിക്കാൻ തോന്നുന്നു. അപ്പോൾ തന്നെ എനിക്ക് ചുണ്ടിൻ്റെ മേലെ കുറച്ച് രോമങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒട്ടും ബോധേടായിരുന്നില്ല ആ പ്രായത്തിൽ. അപ്പോൾ സ്കൂളിൽ പോയ സമയത്ത് എന്നെ കുറച്ച് കുട്ടികൾ കളിയാക്കാൻ തുടങ്ങി. എന്താണ് മീശ, ആ പെണ്ണിന് മീശ ഉണ്ടടാ, ആ പെണ്ണിന് മീശ ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ കൂടെ നമ്മൾ വരുമ്പോഴേക്കിനും ഒളിച്ചു നിന്ന് കളിയാക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അതിൽ ഒരാൾ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്, FBയിൽ. ആ പയ്യനെ അറിയുണ്ടാവില്ല, ഇതൊന്നും ഓർമ്മയും പോലും ഉണ്ടാവില്ല. പക്ഷെ അന്ന് ആ സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ, നമ്മൾ മരിച്ചാൽ പോലും പോവില്ല. സത്യം, എനിക്കിപ്പോഴും ഇൻസിഡന്റ് ഓർമ്മയുണ്ട്. 1-2 ദിവസമൊന്നുമല്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കളിയാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് നഷ്ടപ്പെടും. കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വയം കരയാൻ തുടങ്ങും. അയ്യോ എനിക്ക് എന്തെങ്ങനെ വന്നേന്നുള്ളൊരു വിഷമം വരാൻ തുടങ്ങും. പിന്നെ ഒന്നിലും നമുക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈവൻ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈവൻ വേറെ സ്റ്റേജിൽ അപ്പിയർ ചെയ്യാനാണെങ്കിലും ഒന്നും കോൺഫിഡൻസ് ഉണ്ടാവില്ല. മറ്റുള്ളവരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിൽ കണ്ണ് ചേർന്ന് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതാണ്, കോംപ്ലക്സ് ആണ് അത് വരുന്നത് പുറത്തേക്ക്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ആ കുട്ടി ഇപ്പോൾ എന്നെ കളിയാക്കുന്നതിൽ ഒരു മെയിനായിട്ടൊരു പയ്യനുണ്ടായിരുന്നു. ആ കുട്ടിയൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവനൊരു തമാശയ്ക്ക് ചെയ്തതായിരിക്കാം അല്ലേ. പക്ഷെ അന്ന് ആ പയ്യൻ എൻ്റെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതുണ്ട്, അത് ഒരിക്കലും പോയിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ വളർന്നു വലുതായി, അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ അത് തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മുടെ PCOD ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇംബാലൻസ്, ഹോർമോൺ ഇംബാലൻസ് ആണെന്നൊന്നും അന്ന് നമുക്കറിയില്ലായിരുന്നു. അതിനുള്ള വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർമാരെ അടുത്ത് പോകാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. പോയപ്പോഴേക്കും അത് ഒരുപാട് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തുടർന്നും നമ്മൾ കോളേജിലോട്ട് പോയി, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അപ്പോഴൊക്കെ ഇതങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു എന്നെ. അപ്പം എല്ലാ പിള്ളേരും അല്ല, കുറച്ച് പേരെങ്കിൽ പോലും ഈ എന്താ പറയുക, നമ്മളിപ്പോൾ നടന്നു പോവുകയാണെങ്കിൽ ഈ കൂട്ടമായി നിന്ന് കളിയാക്കുന്ന പരിപാടി. എന്നെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പെൺകുട്ടികളുടെ കാര്യം കൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അത് പാസ് ചെയ്യുമ്പോൾ ചെവി നമ്മൾ കേൾക്കും, അത് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ വരുമ്പോൾ സങ്കടപ്പെടും. അപ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്ന് എനിക്ക് അറിയില്ല. എന്നെ വല്ലാണ്ട് അത് അലട്ടിയിരുന്നു. അപ്പോൾ അത് എന്നെ ഒരുപാട് രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു വല്ലാത്തൊരു വിമുഖതയായിരുന്നു. കാരണം നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് നമ്മൾ മുഖത്താണല്ലോ എന്നുള്ളൊരു കോംപ്ലക്സ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇൻട്രോവേർട്ടായി മാറി. അതായത് അധികം പേരോട് സംസാരിക്കാത്ത ഒരു ആളായിട്ട് മാറി. ഇപ്പോൾ വീട്ടിലാരെങ്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അമ്മയച്ഛനെ വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് സംസാരിച്ച് തിരിച്ച് എൻ്റെ റൂമിലോട്ട് തന്നെ വന്ന് അടച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിട്ടുള്ള കുട്ടിയായിട്ട് ഞാൻ മാറി. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ സിബ്ലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് സഹോദരിമാരുണ്ടായിരുന്നില്ല. ഒറ്റ മോളായതുകൊണ്ട് എൻ്റെ വിഷമങ്ങൾ എനിക്ക് പ്രകടിപ്പിക്കാനും
ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും സ്നേഹമാണ് ഒക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫ്രീഡം എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ തളം കെട്ടി കിടക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും മാറ്റം വന്നത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയതിന് ശേഷമാണ്. അതായത് ഹോസ്റ്റൽ ലൈഫ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദൂരെ താമസിക്കുന്നു, കുറേ നല്ല കൂട്ടുകാരികളെ കിട്ടി. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളെ വിഷമങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ കുറേയൊക്കെ ഒരു സമാധാനം വന്നിരുന്നു. പക്ഷേ നമ്മുടെ ഫേസിലൊന്നും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. നമ്മൾ വലുതാവും തോറും എന്താ സംഭവിക്കുന്നത്, കൂടുതൽ ഇഷ്യൂസ് വരികയാണ് ചെയ്യുന്നത്. PCOD. അപ്പോൾ PCOD ഉള്ള സമയത്ത് നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ, അതുപോലെ തന്നെ ചിലവർക്ക് നിറയെ മുഖക്കുരു, പിന്നെ ചിലവർക്ക് വണ്ണം വളരെ കൂടുന്നൊരവസ്ഥ, അങ്ങനെ പലർക്കും പല രീതിയിലായിരുന്നു ഇഷ്യൂസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം കല്യാണാലോചന തുടങ്ങിയ സമയത്താണ് ഇതൊരു വലിയ ഇഷ്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ പാരൻസിന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴും അവർ പറഞ്ഞു ഇതിപ്പോൾ ഇത്തിരി എന്താ പറയുക, പെട്ടെന്നൊന്നും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മെഡിസിൻസ് ഒക്കെ തരും, കഴിക്കും, നല്ലാതെ ഒരു മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരോ പറഞ്ഞു ഇലക്ട്രോളിസിസ് ചെയ്താൽ മതി ശരിയാവും എന്ന് പറഞ്ഞു കേട്ട് അതിൻ്റെ അടുത്ത് പോയി കുറേ പൈസ ചിലവഴിച്ച് ഒരു കാര്യം ഉണ്ടായില്ല. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ എന്താ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് പ്രശ്നമില്ലെങ്കിൽ നിനക്കെന്താ. അത് ഞാൻ എന്നോടുള്ള സ്നേഹം എന്ന് പറയുന്നതാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവുള്ളൂ. ആ വിഷമം, നമ്മുടെ മനസ്സിനുള്ളിലത്തെ വിഷമം വേറൊരു സ്ത്രീക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പുരുഷന്മാർ ചിലപ്പോൾ ഇതേപോലെ ലൈറ്റായിട്ട് എടുക്കുന്ന പുരുഷന്മാരുണ്ടാവുമായിരിക്കാം, പക്ഷെ കളിയാക്കുന്ന പുരുഷന്മാരുണ്ട്. എന്തിനാ പുരുഷന്മാരെ കുറ്റം പറയുന്നത്? സ്ത്രീകൾ തന്നെ. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ അവരൊരു ഇരയാക്കി മാറ്റിയിട്ട് കൂട്ടം കൂടി നിന്ന് കുറ്റം പറയുന്നത് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതിൽ എന്നെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സുന്ദരിമാരായിരിക്കാം, അല്ലെങ്കിൽ മുഖം നല്ല ക്ലിയർ ഉള്ള പെൺകുട്ടികൾക്ക് അവർക്ക് വിചാരം അവർക്ക് ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ അത് കളിയാക്കി ചിരിക്കുന്നവരും അവരുടെ ഒരു വിനോദം, അത്രേ ഉള്ളൂ. എല്ലാവരും അതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലത്തെ കുറേ പേരുണ്ട്, എനിക്കറിയാം, നേരിട്ടറിയാം. കുറ്റം പറയുന്നതുകൊണ്ടല്ല, പക്ഷെ മറ്റുള്ള കേൾക്കുന്ന ആൾക്ക്, അനുഭവിക്കുന്ന ആൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും ആലോചിക്കുന്നില്ല പലരും. അത് ചിലപ്പോൾ അവർ ഡിപ്രഷനിലോട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായ വിഭ്രാന്തിയിലേക്ക് പോലും അത് നയിക്കാം. അപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഒരു കുട്ടിയുടെ മെയിൽ ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, ഹോസ്റ്റലിലാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ചേച്ചി, ഇതേപോലെ ഇലക്ട്രോളിസിസ് ചെയ്തു, അതുപോലെ തന്നെ ലേസർ ചെയ്തു, എന്നിട്ട് ഫുൾ മുഖത്ത് പാടുകളാണ്, ഹെയർ ഗ്രോത്തിന് കുറവൊന്നുമില്ല, അപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയുടെ മെയിൽ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ആ കുട്ടിയിൽ കണ്ടത്. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ആദ്യം വേണ്ടത് ഒരു സപ്പോർട്ടാണ്. ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും പാരൻസിൻ്റെ ആണെങ്കിലും അധ്യാപകരുടെ ആണെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട്. നിങ്ങളെ കുട്ടീനെ കാണുമ്പോൾ കളിയാക്കാതെ സാരമില്ല മോളെ ശരിയാവും എന്ന് പറഞ്ഞൊരു നിങ്ങളൊന്ന് തോളത്തൊന്ന് തട്ടി കൊടുത്ത് നോക്കുക, ആ കുട്ടിക്ക് എത്ര കോൺഫിഡൻസ് വരും. ഇപ്പോൾ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എൻ്റെ ചെറിയ മോന് അതിന് മനസ്സിലാവാറുള്ള പ്രായമായിട്ടില്ല, പക്ഷെ മൂത്ത ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബുള്ളിങ്, ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നിങ്ങൾ കേൾക്കാറുള്ള കാര്യം ബുള്ളിങ്ങിനെ പറ്റിയിട്ട്, അതായത് മറ്റുള്ളവരെ പല രീതിയിലും ശാരീരികമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ള സംഭവമാണ് സ്കൂളുകളിലൊക്കെ ഉള്ളത്, സത്യമാണ്. പക്ഷേ ഇതൊക്കെ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ഇപ്പോൾ ഈ പെൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില കുട്ടികൾക്ക് ഇപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചില കുട്ടികളുടെ മുഖത്ത് ഇതേപോലെ മീശ പോലെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ആ കുട്ടീൻ്റെ അടുത്ത് നീ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഇഷ്യൂസ്, അതുകൊണ്ട് ഓരോ കുട്ടികൾക്കും ചിലപ്പോൾ പല ഡിസബിലിറ്റീസ് ഉണ്ടാവാം. ഇപ്പം മീശ മാത്രമല്ല പല ഇഷ്യൂസുള്ള കുട്ടികളുണ്ടാവാം. അപ്പോൾ നമ്മളെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാം, മോനെ അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ കളിയാക്കാൻ പാടില്ല. നമ്മളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് നമ്മളുടെ മക്കളോട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉപദേശം. എനിക്ക് തോന്നിയിട്ടുള്ളതാണത്. അതേപോലെ തന്നെ വേറൊരു ഇഷ്യൂ എനിക്ക് മെയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാത്തിനും വില്ലൻ ഈ PCOD ആണ് കേട്ടോ, അത് വേറെ കാര്യം പോട്ടെ. PCOD ആയതുകൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത അവസ്ഥ. 3-4 വർഷമൊന്നും കഴിയണ്ട, 1 വർഷം കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എന്താ മോൾക്ക് എന്താ വിശേഷമൊന്നും ഇല്ലേ, മോളെന്താ പ്രഗ്നൻ്റ് ആവാത്തത്, മോളുടെ കുഴപ്പമാണോ എന്നുള്ള ചോദിച്ചിട്ട് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പ്രസവിക്കണം എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒരു വലിയൊരു വിഷയം. അപ്പോൾ അത് ഒരു ഓപ്പൺ ആയിട്ട് ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിലും ആദ്യം കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ, വിശേഷമില്ല മോളെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഒരു പ്ലാൻ ചിലപ്പോൾ ഫാമിലി പ്ലാനിങ് ഒക്കെ ആയിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞൊരു 3-4 വർഷം കഴിയുമ്പോൾ ഈ ചോദ്യങ്ങൾ കൂടി വരും. ഫാമിലിയിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നു, പുറത്തുനിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സും ആകെപ്പാടങ്ങ് പ്രഷറൈസ് ആയി പോകും. അപ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ പല റീസൺസ് ഉണ്ടാവും അല്ലേ. PCOD ആയിരിക്കാം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ അത് ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ സമയം പിടിക്കുമായിരിക്കും. ഓക്കെ, പക്ഷേ ഈ പ്രഷർ, പുറത്തുനിന്നുള്ള പ്രഷർ കൂടെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരികയാണ്.
അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഒരു ഹോർമോൺ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കില്ല നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടാതെ അവരവരെ വഴിക്കങ്ങ് വിടുക. ഒരു കുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ അതിപ്പോൾ ആവും, എന്തിനും നിങ്ങളിപ്പോൾ പറയുക ചെയ്യുന്നത്. ഓക്കെ, അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല, അത് അവരുടെ ഒരു ആങ്സൈറ്റി കൊണ്ടൊക്കെ ചോദിക്കുന്നതായിരിക്കും. പക്ഷേ ഈ വഴി പോകുന്ന ആൾക്കാരും വല്ല ബന്ധുക്കളൊക്കെ എന്തിനാ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മുഖത്ത് രോമം, അയ്യോ എന്ത് പറ്റി മോളെ, മുഖത്ത് ഇങ്ങനെ നിറച്ച് രോമാണെങ്കിൽ മോളെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് മാനസികമായിട്ട് അങ്ങ് പീഡിപ്പിക്കുക. ഒരു എന്തായാലും പറയാ, എനിക്കങ്ങനെ കരച്ചിൽ വന്നിട്ടുണ്ട് സത്യം. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാലോ, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിയിട്ടുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട്. കാരണം നമ്മുടെ മുഖം നമ്മുടെ കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് വിഷമം, അതുപോലെ തന്നെ മറ്റുള്ളവരും കൂടെ ഇങ്ങനെ കളിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വിഷമം എന്താണ്? അപ്പൊ എനിക്കിപ്പോൾ ഇത്ര വയസ്സായി, ഞാൻ ജീവിതം ഇത്രയും കണ്ടു. അപ്പോൾ മാത്രമല്ല വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പേപ്പറിലും അതുപോലെ തന്നെ മാഗസീൻസിൽ അതുപോലെ ടി വിയിൽ വരുന്ന പരസ്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുക. പ്രത്യേകിച്ചും ഈ ഇലക്ട്രോളിസിസും അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ പോകുമ്പോൾ അത് ശരിയായിട്ടുള്ള സ്ഥലത്ത് പോകാൻ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നല്ലൊരു ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം പോവുക. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഇല്ല. അവരൊരു സ്ഥാപനം നടത്തുന്നു, അതിപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് നടത്തുന്ന പോലെ തന്നെയാണ് അവർ അവരുടെ ബിസിനസ് നടത്തുന്നത്. ഇലക്ട്രോളിസിസ് ആണെങ്കിലും ലേസർ ആണെങ്കിലും ഒക്കെ ഒരു ബിസിനസ് തന്നെയാണ് അല്ലേ, അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ നല്ല സ്ഥാപനങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അത് നമ്മുടെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ല ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അറിയാത്തവർക്കും വേണ്ടി പറയുകയാണ്. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നല്ല വെളുത്ത സ്കിന്നുള്ള ആൾക്കാരുണ്ടാവും, അതേപോലെ ഇരുണ്ട നിറമുള്ള ആൾക്കാരുണ്ടാവും, കുറച്ച് കറുത്ത നിറമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതായത് അതിൻ്റെ പവറൊക്കെ ഉണ്ട്, അതൊക്കെ വ്യത്യാസമായിരിക്കും. മാത്രമല്ല സെൻസിറ്റീവ് സ്കിൻ, എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്യുന്ന അതേ പവർ എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ കരിഞ്ഞു പോകും. അത് ഒരു കോമൺ മാൻ ആയിട്ടുള്ള നമുക്കറിയാം. എന്നിട്ട് പോലും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനുള്ള പ്രാവീണ്യം നേടിയിട്ടുള്ള പല ഡോക്ടേഴ്സും ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 ഇതേപോലെ തന്നെ ഭയങ്കര കോംപ്ലക്സ് ഒക്കെ അടിച്ചിട്ട് ഞാൻ എറണാകുളത്ത് ഒരു ലേസർ ട്രീറ്റ്മെന്റിന് പോയി. ആദ്യമായിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തത് 2006 അപ്പോൾ പക്ഷെ അതെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലത്തെ ലേസർ മെഷീൻ കേടായിപ്പോയി. 2 സെഷൻ മാത്രം ചെയ്തു, പിന്നെ ശരിയായില്ല. അപ്പോൾ അത് ഫുള്ള് അത് ഡ്രോപ്പ് ആയി പോയി, ചെയ്തത് മുഴുവൻ വേസ്റ്റ് ആയി പോയി, പൈസയും പോയി. അത് വേറെ. അതിനുശേഷമാണ് ഒരു 2008 ഇതേപോലെ തന്നെ ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞു, പേപ്പറിലും ഏതോ മാഗസീനിലൊക്കെ ഇങ്ങനെ പരസ്യം കണ്ടപ്പോൾ നല്ലതാണെന്നൊക്കെ തോന്നി. ഞാൻ അവിടെ പോയി, എറണാകുളത്താണ് സംഭവം. അപ്പോൾ അവിടെ പോയി ഡോക്ടർക്ക് കണ്ടപ്പോൾ പറഞ്ഞു ഒരു 6 സെഷൻ കൊണ്ട് നമുക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു മനസ്സിൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് ആയി. പക്ഷെ എനിക്ക് അപ്പോഴും PCOD ഉണ്ട്, അതൊന്നും അവർ പറയുന്നില്ല. PCOD ഉള്ള സമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയ എഫക്റ്റ് വരുന്നില്ല. PCOD മാറിയതിന് ശേഷം ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള നമുക്ക് ആ ഒരു റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ സെഷൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സെഷനിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളി ആ ഡോക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഹൈ പവറിൽ അങ്ങ് ലേസർ ചെയ്തു. എൻ്റെ ഈ ഫേസിൻ്റെ കംപ്ലീറ്റ് ഈ ഭാഗം പൊള്ളിപ്പോയി. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഡോക്ടർ എനിക്ക് ഭയങ്കര വേദന വരുന്നുണ്ട്, ഭയങ്കര ശരിക്കും നമ്മൾ ഈ സ്ഥിരപ്പെട്ടി വെക്കില്ലേ, സ്ഥിരപ്പെട്ടി വെച്ച് പൊള്ളി. അത് ഇപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വികസിച്ചു. ഞാൻ 2008 കാര്യം പറഞ്ഞത്, 10 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. അപ്പോൾ എക്യുപ്മെന്റ്സ് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ഞാൻ എൻ്റെ കണ്ണൊക്കെ അടച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ ഒരു സ്ഥിരപ്പെട്ടി പോലത്തെ ഒരു സംഭവം മുഖത്ത് വെച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ എനിക്ക് ആദ്യത്തേൽ എനിക്ക് അത്ര നീറ്റം വന്നില്ല. രണ്ടാമത്തേലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് പൊള്ളി. അപ്പോൾ ഞാൻ കരയുന്നുണ്ട്, ഡോക്ടർ എനിക്ക് പെയിൻ ഉണ്ട്, എനിക്ക് നല്ല വേദന ഉണ്ട്. നമ്മൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ശരിയാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഐസൊക്കെ വെച്ചിട്ട് എനിക്ക് നീറി പിടിച്ചിട്ട് വയ്യായിരുന്നു, കരയാനൊക്കെ തുടങ്ങി ഞാൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കുന്ന അന്ന്. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഫുൾ ഇങ്ങനെ കരിവാളിച്ച പോലെ, ശരിക്കും നമ്മളെ ഇസ്തിരിപ്പെട്ടി വെച്ച് പൊളിച്ച പോലെ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ സോറി മോളെ. അദ്ദേഹം ഒരു സോറി കൊണ്ട് അത് ഒതുക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുക സാർ, എൻ്റെ ഫേസ് അല്ലേ ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ശരിയാവും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളെ ഈ മുഖം കാണിക്കാൻ ഞാൻ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, സോറി ഇത് കംപ്ലയിൻറ്റ് ചെയ്യരുത്, എൻ്റെ മോളുടെ മാരേജാണ് വരുന്നത്, എന്നെ പ്രശ്നത്തിലാക്കരുതെന്നൊക്കെ പറഞ്ഞു. അയാൾ കുറേ കാലമൊക്കെ പിടിച്ചതുകൊണ്ട് ഞാനൊന്നും കംപ്ലയിൻ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. പക്ഷേ എൻ്റെ ഫേസ് ഒരു 1.5 വർഷം ഈ പൊള്ളലുണ്ടായിരുന്നു. എനിക്കതായിരുന്നു പുറത്ത് പോകാനോ ഒരു എന്താ പറയുക ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അത് ഫെയ്ഡായി മാറി. പക്ഷെ ഇപ്പോഴും അതിൻ്റെ പാടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഒരേപോലെയല്ല. പക്ഷേ ഇതേപോലെ ഒട്ടും ശ്രദ്ധിക്കാത്ത കുറേ ഡോക്ടേഴ്സ് നമ്മുടെ ജീവിതം വെച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി.
അതിനുശേഷം ഞാൻ ദുബായിൽ വന്നിട്ട് ലേസർ ചെയ്തായിരുന്നു. അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെഷൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇതുപോലെ നമ്മുടെ കോംപ്ലക്സ് മാറ്റാൻ വേണ്ടി എടുത്ത് ചാടി കണ്ടിട്ട് ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോ കുട്ടികൾ ടി വിയിൽ പരസ്യം കണ്ടത് സാധനങ്ങൾ വാങ്ങിച്ച് മുഖത്ത് തേക്കുകയാണ്. നിങ്ങൾ ആദ്യം തന്നെ കയ്യിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെ സ്കിന്നിനും വ്യത്യാസം ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒന്നും ചെയ്യാത്തത് മക്കളെ. നിങ്ങൾ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി അത് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ ചേരുന്ന കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ചേരില്ല. അത് പലപ്പോഴും അലർജി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ. അപ്പം ഒരു കുട്ടി രക്തചന്ദനം പുരട്ടിയിട്ട് ആ കുട്ടിയുടെ മുഖം മുഴുവനും പൊള്ളുന്ന പോലെ ഒരു ഭയങ്കര അലർജിയൊക്കെ വന്നിട്ട് വികൃത രൂപമായി നമ്മുടെ ജാൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് SN കോളേജിലത്തെ ഒരു കുട്ടിയുടെ. അപ്പോൾ അതൊന്നും എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലോ പരട്ടി നോക്കി നമ്മുടെ സ്കിന്നിന് പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കിന്നാണ് ഏറ്റവും വലിയത്. അപ്പോൾ നമ്മുടെ മുഖത്തെ സ്കിന്നിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കരയാനും നമുക്ക് നേരം കാണുള്ളൂ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മുഖത്തെ രോമങ്ങൾ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ക്യാമറയിൽ ശരിക്കും കാണുന്നില്ല എന്നുണ്ട്, പക്ഷെ അടുത്ത് വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക, കുറച്ച് ഫെയ്ഡായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആയുർവേദ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് കുറച്ചൊന്ന് ശരിയായി വരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നമ്മുടെ മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് പ്രതിഫലിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് മുമ്പ് കുറേ പേരുകൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ക്യാമറ ഫേസ് ചെയ്യാൻ. ഒരു ഫേസ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവാം? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ ഒരുപാട് പേര് കളിയാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അത് അവരുടെ ഒരു സ്വഭാവമായിട്ട് നമ്മൾ കരുതുക. നമ്മൾ അതിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ആ ചെറുപ്പത്തിലെ നിങ്ങളോട് ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എനിക്കറിയാം നമ്മുടെ ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്തൊരു ഏജാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സ് എന്താ പറയുക പിടിച്ചാൽ കിട്ടാത്തൊരു സംഭവമാണ്. അപ്പം അമ്മ അച്ഛനൊക്കെ ഉപദേശിച്ച് തന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ തോന്നും, അയ്യോ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ അന്ന് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ആൾക്കാർ പറയും ഇസ്തിരിപ്പെട്ടി പോണടാ, പിന്നെ എന്തൊക്കെയൊക്കെയോ പേരുകൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ശരീരം മെലിഞ്ഞു കഴിഞ്ഞാലോ കറുത്ത് കഴിഞ്ഞാലോ മുഖത്ത് രോമങ്ങൾ വന്നു കഴിഞ്ഞാലോ ഒക്കെ ഇങ്ങനെ കളിയാക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ വിനോദം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സമൂഹത്തിൽ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. കുറച്ച് പേര് അങ്ങനെയുണ്ട് ഇപ്പോഴും. അപ്പോൾ ദയവേത് സുഹൃത്തുക്കളെ നിങ്ങൾ ഓർക്കുക, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കാം, നാളെ എന്താ സംഭവിക്കാൻ പോലും നമുക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ മുഖം ഇന്ന് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ സുന്ദരനായിട്ടിരിക്കുന്നു, നാളെ അതുപോലെ ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അതൊന്നുമില്ല. നമ്മുടെ ഒന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല. ഒന്ന് നിങ്ങളാദ്യം മനസ്സിലാക്കുക. നമ്മുടെ കാലിൽ മന്ദനെങ്കിൽ അത് ഒളിപ്പിച്ചിട്ട് മറ്റാളെ മന്ദനെന്ന് വിളിക്കുന്ന കാലമാണ് നമ്മുടെ. ഈ മുഖത്തെ രോമങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീ വിചാരിച്ചിട്ട് വരുന്നതല്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മുഖത്ത് രോമം വരണമെന്നോ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകൾ വരണമെന്നോ കണ്ണിന്റെ താഴെ കറുപ്പ് വരണമെന്നോ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതൊക്കെ വന്നു പോകുന്നതാണ്. നമ്മുടെ കുറ്റം കൊണ്ടൊന്നും അല്ല വരുന്നത്, ആണോ? അല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളാണ് അതിന്റെ കുറ്റക്കാര്. അതിപ്പോ അങ്ങനെ ആയിപ്പോയി. നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പൊ PCOD ട്രീറ്റ്മെന്റ് എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുഖക്കുരുവിന് ട്രീറ്റ്മെന്റ് എടുക്കാം, അത് മാറും. അപ്പോൾ അതിനൊരു സമയം തരൂ. അല്ലാതെ ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കാതെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് എന്താ പറയണതെന്ന് അറിയത്തില്ല. ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ഒരു കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും മെയില് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. കുറച്ച് പേർക്ക് ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് ഞാൻ അതിൽ കൂടെ ഒരുപാട് നാള് കടന്നുപോയ വ്യക്തിയാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്യണോ വേണ്ടെന്നൊരു എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു നീ ചെയ്യ്. കാരണം ഇപ്പം എനിക്കിപ്പോൾ 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലേ. അതിൽ വളരെ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കുറച്ച് പേരോടെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കളിയാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല, നമുക്കത് തിരുത്താം. അല്ലെങ്കിൽ ഇതേപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മോളെ അങ്ങനെ കളിയാക്കാൻ പാടില്ല. അവരും മനുഷ്യരാണ്, അവർക്കും ഡിസബിലിറ്റീസ് ഉണ്ട്, നമുക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ മുഖത്തെ രോമം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശാപമാണെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. അപ്പോൾ ആ സ്ത്രീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നതല്ല. ഈ മുഖത്തെ രോമങ്ങളൊക്കെ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ തടി
തടിയുള്ള ആൾക്കാരെ കാണുമ്പോൾ ആദ്യം ആൾക്കാർ പറയും, ചിരിക്കും, അയ്യോ എന്താണ് തടി, അയാൾക്ക് എന്താ തടി, അല്ലെങ്കിൽ അവൾക്ക് എന്താ തടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ നിങ്ങൾ സ്വന്തം മോളാണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. പ്രായമുള്ള ആൾക്കാർക്ക് കുറേ പേർക്ക് ഈ അസുഖമുണ്ട്. കല്യാണത്തിൽ ഞാൻ സത്യം പറഞ്ഞ കല്യാണങ്ങൾക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. കാരണം ഈ ഗോസിപ്സ് കേൾക്കാനാണ്. ഈ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ കേൾക്കുന്നത് ഗോസിപ്സ് ആണ്. ഒരു 10 പേര് കൂടി ഇരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ എന്തിനാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു മംഗളകരമായ ഒരു കാര്യമാണ് അല്ലേ? അവിടെ പോകുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ പറയുക, അല്ലാതെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ് കളിയാക്കി ചിരിക്കുക എന്നുള്ളത് എനിക്കറിയുന്നില്ല ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ളൂ. അതായത് എൻ്റെ പിള്ളേരുടെ സ്കൂളിലത്തെ വാട്സപ്പ് ഗ്രൂപ്പും എൻ്റെ പിന്നെ 8 പേരുടെ ചെറീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും മാത്രമാണ് ഞാൻ ആക്റ്റീവ് ആയിരിക്കുന്നത്. 1-2 ഇപ്പോൾ വേറെ പേഴ്സണൽ ഗ്രൂപ്പ് മാത്രം. പക്ഷേ വേറെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ ഒന്നില്ലെങ്കിൽ എന്താ ഞാൻ പറയാ, കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇപ്പോൾ സ്ത്രീകൾ, പണ്ടെന്ന് പറഞ്ഞാൽ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറ്റം പറയില്ലായിരുന്നു. ഇപ്പം പിന്നെ അതില്ല. കാരണം അപ്പുറത്ത് പോയി നല്ല നേരമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വാട്സപ്പിൽ കൂടെയുള്ള കുറ്റം പറച്ചിലാണ്. അപ്പം കുറേ നമുക്ക് വട്ടുപിടിക്കും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാക്സിമം ഒഴിവാക്കി നിൽക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പരദൂഷണം പറയാൻ നിൽക്കാതെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് ഇതിനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം. അതേസമയം വീട്ടിലിരിക്കുന്ന കുറച്ച് അമ്മമാരും കുട്ടികളും ചേച്ചിമാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വല്ല ഒരു ഉന്മേഷം കിട്ടും. അതല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക. എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മുഖത്തെ രോമം എന്ന് പറയുന്നത് ഒരു ശാപമോ ഒന്നുമല്ല, ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഓർക്കുക. കോൺഫിഡൻസ് ഒന്നും കളയരുത്. ആരും എന്ത് കളിയാക്കണമെങ്കിലും പോടെ പുല്ലേന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോരുക. ഓക്കെ, ബി പോസിറ്റീവ്, ബി ഹാപ്പി, കീപ് ഇൻസ്പയറിങ്, കീപ് സ്മൈലിങ്. ഇത്രേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കൺവേ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഞാൻ സബ്സ്ക്രൈബേഴ്സിന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുടുംബത്തിലെ വീണാസ് കറിവേൾഡ് എന്ന് പറഞ്ഞൊരു കുടുംബമാണ്, വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഞാനൊരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.